രഗേഷ്, താങ്കൾക്ക് മറ്റെന്തെങ്കിലും വിവരം ഇതിനെക്കുറിച്ച് കിട്ടിയിട്ടുണ്ടോ? കാരണം നമുക്ക് ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു വാർത്തയാണ്. ചൈനയിൽ റെസ്ട്രിക്ട് ചെയ്യപ്പെട്ട വൈറസാണ് ആദ്യമായിട്ട് ഇന്ത്യയിൽ കണ്ടിരിക്കുന്നു എന്നുള്ളത് ബംഗളൂരുവിൽ നിന്ന് റിപ്പോർട്ട് വരുന്നത്. പറയൂ. എസ്കെൻ, നിലവിൽ ഈ കുട്ടി എവിടെയെങ്കിലും പോയിട്ടുണ്ടോ, ഈ കുട്ടിയുമായി മാതാപിതാക്കൾ എവിടെയെങ്കിലും പോയിട്ടുണ്ടോ എന്നുള്ള കാര്യമാണ് കൃത്യമായി ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ കേസ് ഡയറക്റ്റ് ആയിട്ട് ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ആദ്യത്തെ കേസാണ്. ഒപ്പം തന്നെ ഇത് ഇന്ത്യയിലേക്ക് ഈ വൈറസ് എങ്ങനെ എത്തി എന്നുള്ളത് കൃത്യമായി പരിശോധിക്കേണ്ടി വരും. ബാപ്റ്റിസ്റ്റ് ആശുപത്രിയിൽ നടത്തിയ ഒരു പരിശോധന, ആ പരിശോധനയ്ക്ക് പിന്നാലെയാണ് തോന്നിയ ചില സംശയങ്ങളിൽ കുറച്ച് അഡ്വാൻസ് ആയിട്ടുള്ള പരിശോധന നടത്തി. ആ പരിശോധനയ്ക്ക് ശേഷമാണ് ഒരു 8 മാസം പ്രായമുള്ള കുട്ടിക്ക് ഇത് HMPV വൈറസ് സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അപ്പോൾ അങ്ങനെയാണ് എങ്കിൽ ഈ വൈറസ് എവിടെ നിന്ന് എത്തി എന്നുള്ളതിനെ ഒരു കൃത്യമായ കണ്ടുപിടുത്തം അത് നടത്തേണ്ടിയിരിക്കുന്നു. അത് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അത് കൃത്യമായി ഇപ്പോൾ വീക്ഷിക്കുന്നുമുണ്ട്. കർണാടകയ്ക്ക് ഇപ്പോൾ ചില നിർദ്ദേശങ്ങൾ കേന്ദ്ര സർക്കാർ നൽകിയിട്ടുണ്ട് എന്നുള്ള വിവരം കൂടിയാണ് പുറത്തു വരുന്നത്. അത് പ്രധാനമായും പനിയുള്ളവരെ നിരീക്ഷിക്കണം എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഈ പറയുന്ന തരത്തിൽ ഈ കർച്ചീഫ് ഉപയോഗിക്കണം, മാസ്ക്, രോഗമുള്ളവർ മാസ്ക് ഉപയോഗിക്കണം എന്നതടക്കമുള്ള ചില നിർണായകമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ഇപ്പോൾ കേന്ദ്ര സർക്കാർ നൽകിയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഈ 11 വയസ്സിൽ താഴെയുള്ളവർക്കൊക്കെ ഈ രോഗം സ്ഥിരീകരിക്കുന്നത് വളരെ ചെറിയ ശതമാനം മാത്രമാണ്. 0.7% മാത്രമാണ് 11 വയസ്സിൽ താഴെയുള്ളവർക്ക് ഇപ്പോൾ ഇത്തരത്തിൽ ഈ രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത്. എന്തായാലും താങ്ക് യു രഗീസ്. മുഹമ്മദ് രഗീസാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ജാഗ്രത പാലിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. പാനിക്കായിട്ട് കാര്യമില്ല.